നമസ്കാരം പ്രിയമുള്ളവരെ. ഓരോ ഇലക്ഷൻ അടുക്കുംതോറും കോൺഗ്രസും സി പി എമ്മും പരസ്പരം ആരോപിക്കുന്ന ഒരു ആരോപണമാണ് ബി ജെ പിയുമായുള്ള അന്തർധാര. നേരത്തെ വടകരയിലും ബേപ്പൂരുമൊക്കെ യു ഡി എഫ്, മുസ്ലിം ലീഗും കോൺഗ്രസും ബി ജെ പിയുമായി ഇങ്ങനെ ഒരു അന്തർധാര ഉണ്ടാക്കിയെന്ന ആരോപണം സി പി എം ഉന്നയിച്ചിരുന്നു. പിന്നീട് അവിടെ മത്സരിച്ച ആ സ്ഥാനാർത്ഥികളും അതിനെ സ്ഥിരീകരിക്കുന്ന ചില തെളിവുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ ശരിയുമായിരുന്നു. പക്ഷേ 2014 ശേഷമുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അങ്ങനെ ഒരു അന്തർധാരയ്ക്ക് സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത്. കാരണം ഇപ്പോൾ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നേതൃത്വത്തിലുള്ളത് അമിത്ഷായും നരേന്ദ്രമോദിയുമാണ്. കോൺഗ്രസിൻ്റെ പൂർണ്ണമായ നാശം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന രണ്ടുപേരാണവർ. അവർക്കൊരിക്കലും കോൺഗ്രസുമായിട്ട് സന്ധി ചെയ്ത്, അതായത് കേരളത്തിൽ 2-3 സീറ്റുകൾ കോൺഗ്രസിനെ സഹായിക്കുന്നതിൻ്റെ ഫലമായി വാങ്ങിച്ച് കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുന്ന രീതിയിലുള്ള ഒരു സന്ധി, ഒരു അന്തർധാര, അതിന് നരേന്ദ്രമോദിയും അമിത്ഷായും തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു വിശകലനം. പ്രത്യേകിച്ചും കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് ബി ജെ പി സ്വപ്നം കാണുന്നത്. ഒരു പ്രാവശ്യം കൂടി കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാം. കാരണം കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇനി നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ഇലക്ഷനിൽ കേരളത്തിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ സ്വാധീനമുണ്ടാകും. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് വലിയ രീതിയിൽ ഇലക്ഷൻ ഫണ്ട് ഇനി ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടാകും. അടുത്ത ലോക്സഭയിലും അത്തരത്തിലുള്ള ഫണ്ടുകൾ കോൺഗ്രസ് ഈ കേരളത്തിലെ ഭരണത്തിൻ്റെ ഒരു ആനുകൂല്യത്തിൽ ഇവിടെ നിന്ന് ആ സംസ്ഥാനങ്ങളിലൊക്കെ എത്തിക്കുവാൻ ശ്രമിക്കും. ഇപ്പോൾ കോൺഗ്രസ്സിന് ഫണ്ട് വരുന്ന 2 സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ കർണാടകയും ഒപ്പം തെലങ്കാനയുമാണ്. ആ ലിസ്റ്റിലേക്ക് ഒരു സംസ്ഥാനത്തെ കൂടെ ചേർത്ത് വയ്ക്കുവാൻ ഒരിക്കലും ബി ജെ പി ആഗ്രഹിക്കില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരിക്കലും കോൺഗ്രസുമായിട്ട് ഒരു അന്തർധാരയ്ക്ക് 2-3 സീറ്റുകൾ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് കോൺഗ്രസിനെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കുന്ന രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശകലനം. പ്രത്യേകിച്ചും സി പി എമ്മിനെ പറ്റി ബി ജെ പിക്ക് ഒരു വിലയിരുത്തലുണ്ട്. കാരണം സി പി എം ത്രിപുരയിലും ഒപ്പം ബംഗാളിലുമൊക്കെ 2-3 പ്രാവശ്യം സ്ഥിരമായിട്ട് തുടർച്ചയായ അധികാരത്തിലെത്തിയതിനു ശേഷം ആ സംസ്ഥാനങ്ങളിലൊക്കെയും സി പി എം പ്രസ്ഥാനം ക്രിമിനൽവത്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു അപചയത്തിൽ ബി ജെ പിക്ക് ആ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറുവാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ വരും. അതായത് ഒരു പ്രാവശ്യം കൂടി സി പി എം അധികാരത്തിൽ വന്നാൽ പാർട്ടിക്കകത്ത് സി പി എമ്മിനകത്ത് ധ്രുവീകരണം ഉണ്ടാകും, ക്രിമിനൽവത്കരണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സി പി എം എന്ന പ്രസ്ഥാനം കേരളത്തിൽ നശിച്ചു പോകും. ആ ഗ്യാപ്പിൽ ഇവിടെ വളർന്നു വരാം എന്നാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഒരു വിലയിരുത്തലുണ്ടാകുന്നത്. മറിച്ച് കോൺഗ്രസിനെ നശിപ്പിക്കുവാൻ ബി ജെ പിക്ക് പൂർണ്ണമായും കഴിയില്ല. നമുക്ക് മധ്യപ്രദേശിലും ഗുജറാത്തിലും യു പിയിലുമൊക്കെ ഒരു രാഷ്ട്രീയ അവലോകനം നടക്കുകയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിലൊക്കെ പതിറ്റാണ്ടുകളായി കോൺഗ്രസ് അധികാരത്തിലില്ല. പക്ഷേ അവിടെയൊക്കെയും ചില സന്ദർഭങ്ങളിൽ കോൺഗ്രസ് അവരുടെ ശക്തി ഇലക്ഷനിൽ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷനിൽ നരേന്ദ്രമോദി മത്സരിച്ച വാരണാസിയിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയെ വിറപ്പിച്ചിട്ടാണ്, അവസാന നിമിഷമാണ് നരേന്ദ്രമോദി 1.5 ലക്ഷം വോട്ടുകൾക്ക് വിജയിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 5.5 ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ച സ്ഥലത്ത്. അതായത് കോൺഗ്രസ് അവരുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല. മിക്ക സംസ്ഥാനങ്ങളിലും 10-25 വർഷങ്ങളും ഒക്കെ അധികാരത്തിന് പുറത്തിരുന്നെങ്കിൽ. പക്ഷേ ത്രിപുരയിലും ബംഗാളിലും ഒന്നും സി പി എമ്മിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയല്ല. 2 പ്രാവശ്യം അധികാരത്തിലിരുന്നപ്പോൾ തന്നെ അവർ ഏകദേശം ഉപ്പുവെച്ച കലം പോലെ ആയിട്ടുണ്ട്. സി പി എമ്മിൻ്റെ പ്രവർത്തകരൊക്കെ ബി ജെ പിയിൽ എത്തിയ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സംബന്ധിച്ച് അവരുടെ ഒരു വിശകലനം എന്ന് പറയുന്നത് കോൺഗ്രസിനെ തകർത്ത് ആ സ്ഥാനത്ത് വരുന്നതിനേക്കാൾ നല്ലത് സി പി എമ്മിനെ തകർത്ത് ആ സ്ഥാനത്ത് ബി ജെ പി വളർന്നു വരിക എന്നതാണ്. അതിനവർ ഏറ്റവും ഉചിതമായി കാണുന്നത് സി പി എമ്മിനെ ഒരു പ്രാവശ്യം കൂടി അധികാരത്തിൽ എത്തിക്കുക എന്നാണ്. അതിനുള്ള തന്ത്രങ്ങൾ ബി ജെ പി മെനയും. ആ വോട്ടുകളൊക്കെ ഒരു പക്ഷേ സി പി എമ്മിനെ ഈ നിയമസഭാ ഇലക്ഷനിൽ സഹായിക്കുവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സി പി എമ്മും ബി ജെ പിയും അത്തരത്തിലുള്ള ചില ധാരണയിലേക്ക് പോകുന്നു എന്ന് നമുക്ക് നിലവിലുള്ള സ്ഥാനാർത്ഥി പട്ടികയും അതുപോലെ മണ്ഡലങ്ങളിലെ ചില കാര്യങ്ങളും ഒക്കെ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാണ്. പ്രത്യേകിച്ചും ബി ജെ പിയെ സംബന്ധിച്ച് അവർ 5 കോൺഗ്രസ് നേതാക്കന്മാരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്തു വില കൊടുത്തും പരാജയപ്പെടുത്തുവാൻ. രമേശ് ചെന്നിത്തല, വി ടി സതീശൻ, വി ടി ബലറാം, സന്ദീപ് വാര്യർ, കെ മുരളീധരൻ, എങ്ങനെ 5 പ്രമുഖരായ നേതാക്കന്മാരുടെ ഹിറ്റ് ലിസ്റ്റ് ബി ജെ പിയും ആർ എസ് എസും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നേരത്തെ കണ്ണൂരിലുണ്ടായിരുന്ന സി പി എം ആർ എസ് എസ് സംഘടന ഒക്കെയും പഴങ്കഥകളായി മാറിക്കഴിഞ്ഞു. പരസ്പരമുള്ള കൊള്ളയും കൊലയും ഒക്കെ അവിടെ അവസാനിച്ചിരിക്കുന്നു. കണ്ണൂരിൽ സി പി എമ്മും ആർ എസ് എസും ഒരു ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു. നമ്മൾ എത്രയോ നാളായി അവിടെ ഒരു സംഘടന വാർത്ത കേട്ടിട്ട് എന്നത്. ഇനി മറ്റൊരു കാര്യം നമുക്ക് വിശകലനം ചെയ്യാം. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നിയമസഭാ നിയോജക മണ്ഡലം. ആ നിയോജക മണ്ഡലം
കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ നേട്ടം നേടിക്കൊടുത്ത ഒരു മണ്ഡലമാണ്. ആകെയുള്ള 10 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തുകളിൽ 5 എണ്ണവും BJP ആണ് വിജയിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെയാണ് നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ 2021 ഇലക്ഷനിൽ വെറും 34,620 വോട്ടുകൾ മാത്രം പിടിച്ച MV ഗോപകുമാറിനെ, ആ മണ്ഡലത്തിലാണ് പ്രമുഖനായ BJP നേതാവ് ശ്രീധരൻ പിള്ളയുടെ വീടുള്ളത്. അദ്ദേഹത്തെ ഒരുപക്ഷെ പരീക്ഷിച്ചാൽ BJPക്ക് ആ മണ്ഡലം പിടിച്ചെടുക്കാമായിരുന്നു. 2016 ശ്രീധരൻ പിള്ള ആ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഏകദേശം 42,000-ലധികം വോട്ടുകൾ പിടിച്ചിരുന്നു. വെറും 10,000 വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് ആ മണ്ഡലം BJPക്ക് നഷ്ടപ്പെടുന്നത്. 2,000 വോട്ടുകൾ തമ്മിലുള്ള അന്തരം മാത്രമായിരുന്നു അന്ന് 2ാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിഷ്ണുനാഥും 3ാം സ്ഥാനത്തെത്തിയ BJP സ്ഥാനാർത്ഥി ശ്രീധരൻ പിള്ളയുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ BJP ഇപ്പോൾ അവിടെ ശ്രീധരൻ പിള്ളയെ ഒന്നും പരീക്ഷിക്കുന്നില്ല. അവിടെ തീരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെയാണ് പരീക്ഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ മണ്ഡലം മത്സരിക്കുന്നത് CPMൻ്റെ മന്ത്രി സജി ചെറിയാനാണ്. സജി ചെറിയാന് വേണ്ടി ഒരു ഒത്തുതീർപ്പ് BJP അവിടെ നടത്തുന്നു. അവിടെ BJP ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ ഇടുന്നു. ആ മണ്ഡലം പിടിച്ചെടുക്കുവാൻ കഴിയാമായിരുന്നിട്ടും BJP അതിനെ ശ്രദ്ധിക്കുന്നില്ല. BJP CPM അന്തർധാരയുണ്ട് എന്ന് തന്നെയാണ് ആ മണ്ഡലത്തിലെ ചിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഇത് കൂടുതൽ ദൃഢമാകുന്നത്, സംശയം കൂടുതൽ ദൃഢമാകുന്നത് തൊട്ടടുത്താണ്. ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിൻ്റെ തൊട്ടടുത്താണ് ഹരിപ്പാട് നിയമസഭാ നിയോജക മണ്ഡലം. അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ്. BJPയുടെയും RSSൻ്റെയും ഹിസ്റ്റ് ലിസ്റ്റിലുള്ള നേതാവാണ്. അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖരായ BJP നേതാക്കന്മാരിൽ ഒരാളാണ്. അവിടെ വലിയ വിജയസാധ്യതയൊന്നുമില്ലാത്ത മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം 17,000-ൽ പരം വോട്ടുകൾ മാത്രം BJP പിടിച്ച ആ മണ്ഡലം. പക്ഷേ ലോക്സഭയിൽ കുറച്ചധികം വോട്ടുകൾ അവിടെ നിന്ന് ശോഭാ സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥി സമാഹരിക്കുവാൻ കഴിഞ്ഞുവെങ്കിലും അവിടേക്കാൾ വിജയസാധ്യതയുള്ള തൊട്ടടുത്തുള്ള മണ്ഡലത്തിൽ BJP ദുർബലനായ സ്ഥാനാർത്ഥിയെ CPMൻ്റെ മന്ത്രിക്കെതിരെ പരീക്ഷിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേതാവിനെ BJP സ്ഥാനാർത്ഥിയായി നിർത്തുന്നു എന്ന ഒരു സവിശേഷത BJP CPM അന്തർധാര കൂടുതൽ നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ്. ഒരുപക്ഷെ തൊട്ടടുത്തുള്ള ഹരിപ്പാട് മണ്ഡലത്തിലെ സഞ്ജീവ് വചസ്പതിയെ ഇപ്പുറത്തുള്ള ചെങ്ങന്നൂരിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സീറ്റ് BJPക്ക് പിടിച്ചെടുക്കുവാൻ കഴിയുമായിരുന്നു എന്ന ഒരു വിശ്വാസമുണ്ട്. മറ്റൊന്ന്, പാലക്കാട് എത്തിയാൽ അവിടെ NMR റസാക്കിനെയാണ് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. കാരണം അവിടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വിജയിക്കുവാൻ സാധ്യതയുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അവിടുത്തെ മുസ്ലിം വോട്ടുകൾ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് അനുകൂലമായി സമാഹരിക്കപ്പെടും. അങ്ങനെ ഒരു സാധ്യത ഇല്ലാതാക്കുവാനാണ് BJPയുടെ നിർദ്ദേശമനുസരിച്ച് CPM അവിടെ NMR റസാക്കിനെ മത്സരിപ്പിക്കുന്നത് എന്നൊരു ആരോപണമുണ്ട്. കാരണം മുസ്ലിം വോട്ടുകൾ വിഘടിക്കപ്പെടുന്ന ഒരു ഗ്യാപ്പിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രന് വിജയിച്ചു വരാം എന്ന ഒരു ധാരണ ഉണ്ട്. മറ്റൊന്ന്, ഈ ആരോപണം CPM അവിടെ കോൺഗ്രസിനെതിരെയും ആരോപിക്കുന്നുണ്ട്. കാരണം അവിടെ നേരത്തെ പറഞ്ഞിരുന്ന സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കാതെ മറ്റൊരാളെ മത്സരിപ്പിക്കുന്നത് BJPയെ സഹായിക്കാനാണെന്ന്. പക്ഷേ സന്ദീപ് വാര്യർ അവിടെ മത്സരിക്കുന്ന പക്ഷം നേരത്തെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ചില ആരോപണങ്ങൾ, ചില ഫേസ്ബുക്ക് കമൻറ്റുകളൊക്കെ അവിടെ BJPയും അല്ലെങ്കിൽ CPM ഒക്കെ കൊണ്ടുവരുന്നതിന് കാരണമായേക്കുമായിരുന്നു എന്ന ഒരു വാദം കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. ഇനി BJP CPM ബന്ധം ദൃഢമാക്കുന്ന മറ്റൊരു തെളിവ് വരുന്നത് വർക്കലയിൽ നിന്നാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വർക്കലയിൽ BDJSനാണ് സ്ഥാനാർത്ഥിത്വം കൊടുത്തതെന്നതുമായി ബന്ധപ്പെട്ട് BJPയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് BJP പ്രവർത്തകർ പരസ്യമായി തന്നെ BDJS CPM ബന്ധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന് വോട്ടിടും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് BJP വർക്കലയിൽ തന്നെ ഏറ്റവും പ്രമുഖയായ ഒരു CPM നേതാവിൻ്റെ സുന്ദരേശൻ്റെ മകൾ, നേരത്തെ വർക്കലയിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള CPMൻ്റെ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡൻ്റായിരുന്ന സുന്ദരേശൻ്റെ മകൾ, അവർ നേരത്തെ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. അവരിപ്പോൾ BJPയിലെത്തി. അവർ കൂടി ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയാകുന്നു CPMൽ എത്തിയതിനു ശേഷം എന്നൊരു വാർത്തയും കൂടി വരികയാണ്. അതായത് അന്തർധാരകൾ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മറ്റൊരു സംശയം വരുന്നത്, ഏകദേശം 23ഓളം സീറ്റുകളാണ് 2020ക്ക് അനുവദിച്ചിരിക്കുന്നത്. ആ സീറ്റുകളിൽ ഒക്കെയും വലിയ സ്വാധീനമൊന്നും 2020ക്ക് ഇല്ലാത്ത പ്രദേശങ്ങളാണ്. എറണാകുളം ജില്ലയ്ക്ക് അപ്പുറം 2020ക്ക് വലിയ പ്രാധാന്യമില്ല. അവിടെയൊക്കെയും അവർ മത്സരിപ്പിക്കുന്നത് റീൽസ് താരങ്ങളെയൊക്കെയാണ്. ആ മണ്ഡലങ്ങളിലൊക്കെയും വോട്ടുകൾ ഒരു പക്ഷേ BJPക്ക് അനുകൂലമായി
ബി ജെ പി വോട്ടുകൾ CPM-ന് അനുകൂലമായി വീണേക്കാം എന്ന ചില വിശകലനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ 23 മണ്ഡലങ്ങളിൽ BDJS മത്സരിക്കുകയാണ്. ആ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ ഒരുപക്ഷേ BJP വോട്ടുകൾ CPM-ന് അനുകൂലമായി മാറിയേക്കാം എന്ന വിശകലനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ച് അണികൾക്ക് അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിക്കുന്നു. പക്ഷേ അവർ ഈ ഒത്തുതീർപ്പിനെ അനുകൂലിക്കുന്നില്ല. പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഒക്കെയും CPM-ഉമായിട്ടുള്ള അവർക്കുള്ള അസ്വാരസ്യം അത് വോട്ടായി പ്രകടിപ്പിക്കുവാൻ അവർ തീരുമാനമെടുക്കുന്നു, പാർട്ടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങളെയും അവഗണിച്ച് എന്ന ചില വിശകലനങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.